മകൻ പിറന്നു. അവർ പേരിട്ടു മന്ദപ്പൻ. മങ്ങാടു മന്ദപ്പൻ. മന്ദപ്പൻ, ചെല്ലപ്പൻ, തങ്കപ്പൻ, പൊന്നപ്പൻ എന്നൊക്കെ കേട്ടു. അതുപോലത്തെ ഏതെങ്കിലും ഒരു പേരായിരിക്കും അല്ലേ ആശാന്? തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ പേരുകളാണ്. ആ പേരിനനുസരിച്ച് അവരുടെ സ്വഭാവം വരണമെന്നാണ് പറയുന്നത്. ഇവിടെ സുശീലൻ എന്ന് പേരിട്ടാൽ ദുർശീലമായിരിക്കും, ആ സുശീല എന്ന് പേരിട്ടാൽ ദുർശീലമായിരിക്കും. ആ നമ്മളെ പേര് എന്തായാലും ശരി, ഒരു പേരിൽ എന്തിരിക്കുന്നു, പക്ഷേ നമ്മളുടെ പ്രവൃത്തിയാണ് ഒരാളെ മനുഷ്യനായി ആ ഭൂമിയിൽ സമൂഹത്തിൽ ജീവിപ്പിക്കുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമല്ലേ വിവേകികൾ. അങ്ങനെയുള്ള ഒരു വിവേകികളായി മാറുവാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് കോവിഡും പ്രളയവും ഒക്കെ നമ്മളെ മനുഷ്യരാക്കി മാറ്റിയത്. ആ മനുഷ്യർ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കരുത്തോടുകൂടി നമ്മൾ വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേ ആയിരിക്കുകയാണ്. അങ്ങനെ മന്ദപ്പൻ പഠിപ്പിലൊന്നും വലിയ കാര്യമാക്കാതെ ആ കളിയും ചിരിയും തമാശമയായി കളരി അഭ്യാസ മുറകളും പയറ്റി ഒറ്റയ്ക്ക് കൂട്ടുകാരോടുമൊത്ത് അലസമായി ഇന്നുണ്ട്. പക്ഷെ അന്നൊക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ദോഷമില്ലാത്ത സാധനമാണ്. കള്ളും കുടിച്ച് കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കളിഞ്ഞൊരുമേ. കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കളിഞ്ഞൊരുമേ. അഷ്ടവിദ്യയിൽ സമർത്ഥനായി വിദ്യയാടി കാട്ടിൽ രസിച്ചു മന്ദപ്പൻ. അഷ്ടവിദ്യയിൽ സമർത്ഥനായി വിദ്യയാടി കാട്ടിൽ രസിച്ചു മന്ദപ്പൻ. കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കളിഞ്ഞൊരുമേ. കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കളിഞ്ഞൊരുമേ. കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കളിഞ്ഞൊരുമേ. ഇങ്ങനെയായാൽ പറ്റില്ല. ഇത് വലിയ മോശം. ലഹരിയൊക്കെ ഇന്നത്തെ പിള്ളേർ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വന്നാൽ വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ കിടക്കപ്പുറതിയില്ല, പോലീസ് സ്റ്റേഷനിൽ കയറണം. ഭഗവാനെ പൊല്ലാപ്പ്. നമ്മുടെ സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ കുട്ടികളെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. എങ്കിലും കുറെ കുട്ടികളൊക്കെ അതിലേക്ക് പോകുന്നുണ്ട്. അത് ഒരിക്കലും പോകരുത്. തീരെ കൊച്ചു കുട്ടികളെ പോലും പ്രലോഭനത്തിന്റെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട്. അത് മാറ്റണം. ലഹരി നിർമ്മാർജ്ജനം മാറണം എന്നതാണ് ഭാവനയുടെയും ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയല്ലേ? അതെ. അവര് പറയുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞാൽ അവരോടല്ലേ ഞാൻ അവർ പറയും. അവർ പറയാൻ സമയം കൊടുക്കണം. നിങ്ങൾക്കും അങ്ങനെയല്ലേ ആഗ്രഹം? അയ്യോ, ശ്രീവരാഗത്തുള്ളവർ നല്ലവണ്ണം വാചാലമായി സംസാരിക്കുമെന്നാണ് എൻ്റെ ഏറ്റവും ഉറ്റ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്, ശ്രീവരാഗം മുരളിസാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെയൊക്കെ ഉള്ളവർ നല്ലവണ്ണം ഹിന്ദി, മലയാളം, ഇംഗ്ലീഷും ബംഗാളി വരെ നല്ല തകർപ്പനായിട്ട് പറയുന്നു. പക്ഷെ നിങ്ങൾ ആരും മിണ്ടുന്നില്ല. നമുക്ക് ലഹരി നിർമ്മാർജ്ജനം ഉണ്ടാകണ്ടേ? അയ്യോ, നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കഥ പറയുന്നുണ്ട്. അടുത്ത് സമയം താമസിച്ചാലും കുഴപ്പമില്ല. ഉണ്ടാകണ്ടേ? ഉണ്ടാവണം. അതാണ്. ഇപ്പോഴാണ് ഒന്ന് കൈയടിച്ച് ആ ചേച്ചിമാർക്ക് വേണ്ടി ഒന്ന് കൈയടിച്ച് അന്ന് കൈയടിച്ച് ഇങ്ങനെ കൈയടിക്കുന്നത്. അതെ അതെ, ശരി. അപ്പൊ ലഹരി നിർമ്മാർജ്ജനം ഒഴിവാക്കണം എന്നുള്ളത് നമ്മളുടെയും നിങ്ങളുടെയും ആവശ്യമാണ്. അത്തരം ആവശ്യത്തിലൂടെ നമ്മുടെ കഥാനായകനും അത്തരത്തിൽ കള്ളും കുടിച്ചു പോയാൽ പറ്റില്ല. പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പറയണം. ബാക്കി ഇത് നമ്മളെ മാത്രം കലയല്ല, നിങ്ങളെ കൂടി കലയാണ്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങോട്ട് പറയാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, വേല ചെയ്യേണ്ട സമയത്ത് വേല ചെയ്യണം. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കഥ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ പിന്നെ